ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു ഹേൽസ് കിച്ചൺ. ഒരു ത്രില്ലിംഗ് മൊമെൻറ്റിലായിരുന്നില്ലേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ആൻറ്റി വിജിലൻറ്റി ടാസ്ക് ഫോഴ്സ് ഒടുവിൽ ഡെയർഡെവിളിൻ്റെ താവളം ജോസീസ് ബാർ കണ്ടെത്തി അവിടേക്ക് എരിച്ചു കയറി വന്നപ്പോൾ മർഡോക്ക് അവരെ വിദഗ്ധമായി തന്നെ കൈകാര്യം ചെയ്ത് നോക്കൗട്ട് ചെയ്തപ്പോൾ നമ്മുടെ കാരൻ പേജ് അതിലൊരുവിനെ പിടിച്ച് വശത്താക്കി ഫ്രാങ്ക് കാസലിൻ്റെ നിഗൂഢ താവളത്തിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടു. മർഡോക്കിനെയും ഇത് അറിയിച്ച് അവിടെ കൊണ്ടെത്തിച്ചപ്പോൾ ഒരു പുതിയ മാർഗത്തിൻ്റെ ആശ്വാസമായിരുന്നു അവളിൽ. ഈ പോരാളി വഴി ഫിസ്കിൻ്റെ ചരിത്രങ്ങൾ കൂടുതൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും എന്ന സാധ്യത. അലൻ സോണ്ടേഴ്സ്, അതാണ് ആ ടാസ്ക് ഓഫീസറുടെ പേര്. എന്തിനാണ് അവൾ അലൻ സോണ്ടേഴ്സിനെ നോക്ക് ചെയ്ത് ഓടിപ്പോവാതെ അവനെ പിടികൂടി ഇങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ മറ്റു ഓഫീസർമാരിൽ നിന്നും വ്യത്യസ്തമായി അലനിൽ നിന്ന് അവൾക്കൊരു നോൺ ത്രെട്ടനിങ് വൈബ് ലഭിച്ചു. അതായത് മറ്റുള്ള ക്രൂവൽ ഓഫീസേഴ്സിനെ പോലെ അല്ല അലൻ എന്നവളുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ ഫീൽ ചെയ്തു. മർഡോക്ക് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ സംഭവം ശരിയാണ്. വിൽസൺ ഫിസ്കിൻ്റെ കിരാത ഭരണത്തിന് കീഴിൽ ജോലി ചെയ്യുമ്പോഴും അലൻ്റെ ഉള്ളിൽ എവിടെ ഒരു മനുഷ്യത്വം ബാക്കിയുണ്ട്. അവനിവിടേക്ക് എത്തിയത് തന്നെ ഇവരെ ആക്രമിക്കുന്നതിന് ബദലായി ഒന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്ന വിശ്വാസത്തോടെ ആയിരുന്നു. വിജിലാനികൾക്കെതിരായി ഉൾപ്പെടെയുള്ള ഫിസ്കിൻ്റെ സിസ്റ്റത്തോടുള്ള തൻ്റെ വിയോജിപ്പ് അവനോടെ പുറത്തു കൊണ്ടുവരുമ്പോൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് മർഡോക്കിന് തൻ്റെ ഷാർപ്പ് സെൻസസും കേൾവിശക്തിയും ഒക്കെ വെച്ചിട്ട് മനസ്സിലാകുന്നുണ്ട്. അലൻ്റെ ഹെഡ് ബീറ്റിംഗ് ഒക്കെ കൃത്യമായി മർഡോക്കിന് അറിയാൻ സാധിക്കും. അതിലൂടെ കള്ളം പറയണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. അങ്ങനെ വാക്കുകളിൽ ചതിയില്ലെന്ന് കാരനോടും മെല്ലെ പറയുന്നതിന് പിന്നാലെ അലൻ സോണ്ടേഴ്സ് മടിച്ചു നിൽക്കാതെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു. ഫിസ്കിൻ്റെ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ രഹസ്യ കേന്ദ്രമായ റെഡ് ഹൂക്ക് എന്ന സ്ഥലത്തെക്കുറിച്ചാണ് അലൻ സംസാരിക്കുന്നത്. റെഡ് ഹൂക്കിലേക്ക് ആർക്കും എളുപ്പം പ്രവേശിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേക ആക്സസ് കാർഡുകൾ ആവശ്യമാണ്. അലൻ തൻ്റെ കയ്യിലുള്ള ആക്സസ് കാർഡ് മർഡോക്കിനും കാരനും കൈമാറുന്നു. എന്നാൽ ഇതിൻ്റെ QR കോഡ് എല്ലാ രാത്രിയും മാറിക്കൊണ്ടിരിക്കും. നോർത്തേൺ സ്റ്റാർ എന്ന കപ്പൽ വഴി ഫിസ്ക് നഗരത്തിലേക്ക് എന്തോ ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും റെഡ് ഹൂക്ക് വഴിയാണ് അതിൻ്റെ വിതരണം നടക്കുന്നതെന്നും അലൻ വെളിപ്പെടുത്തുന്നു. ഈ അലൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് മർഡോക്കിന് നല്ലോണം അറിയാം. എങ്കിലും അത് ഭാവിക്കാതെ ഗൗരവത്തിൽ അലനോടൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. നീ പറയുന്നത് നുണയാണെങ്കിലോ ഇത് ഞങ്ങളെ കൊടുക്കാനുള്ള കെണിയോ ആയ ഞാൻ നിന്നെ കണ്ടെത്തും. പിന്നെ നിന്നെ പെരുമാറുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധമായിരിക്കും. എന്നാൽ സത്യം പറയുന്ന അലന് വിശ്വാസമുണ്ട് ഈ നഗരത്തെ രക്ഷിക്കാൻ ഡെയർഡെവിളിന് കഴിയുമെന്ന്. ഇതിനു പിന്നാലെ മാറ്റ് മർഡോക്ക് അവിടെ മറ്റൊരു ബുദ്ധിപരമായ നീക്കം നടത്തുവാണ്. ആ പഞ്ച് അവനുള്ള ദേഷ്യം കൊണ്ടല്ല, അവനെ തിരിച്ചു വിടാനാണ്. അലൻ വിവരങ്ങൾ ചോർത്തി നൽകിയതാണെന്ന് AVTFും ബന്ധപ്പെട്ടവരെ സംശയിക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെ ഡെയർഡെവിൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണെന്ന് വരുത്തി തീർക്കണം. അങ്ങനെ ഒരു വിശ്വാസം വരുത്താൻ അവൻ്റെ മോന്തക്കിട്ട് കിണ്ണം വെച്ച് കൊടുത്ത് ബോധം കെടുത്തുന്നു. അലനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാനാണ് മാറ്റിൻ്റെ പ്ലാൻ. ഇതിലൂടെ അലൻ്റെ ജീവൻ രക്ഷിക്കാനും AVTFിൻ്റെ സംശയത്തിൽ നിന്ന് അവനെ ഒഴിവാക്കാനും സാധിക്കും. എന്തായാലും ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, സംവിധാനം എത്രത്തോളം അഴിമതി നിറഞ്ഞ ആണെങ്കിലും അതിനുള്ളിൽ നല്ല മനുഷ്യരുണ്ടാകാം. അവരെ കണ്ടുപിടിക്കുക എന്നതിലാണ് കാര്യം. സൈക്കാട്രിസ്റ്റായ ഹെതറിൻ്റെ കാര്യം നോക്കിയാൽ അവളുടെ മനസ്സ് അസ്വസ്ഥമാണ്. മ്യൂസിൻ്റെ ട്രോമ മുന്നിലുള്ളപ്പോഴും നമ്മെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം, ആ സീരിയൽ കില്ലുടെ മാസ്ക് അവളുടെ കൈവശമാണുള്ളത്. ഒരു സ്ട്രോങ് എവിഡൻസ് ആണ് ആ മാസ്ക്. പക്ഷേ അതങ്ങനെ ഹെതറിൻ്റെ കയ്യിലെത്തി? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ AVTF സൂക്ഷിപ്പിൽ നിന്നോ ഇത് കാണാതെ ഇതാരും പറഞ്ഞില്ലേ? എന്തായാലും ആ മാസ്ക് ഹെതറിന് ഒരു തരം വല്ലാത്ത റിലാക്സേഷൻ ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാം. ചുമരിൽ ആണി അടിക്കുമ്പോഴേ വീഴുന്ന ആ വിള്ളൽ കണ്ട് അവൾ ഡിസ്റ്റർബ്ഡ് ആവുന്നതിന് കാരണം ഈ മ്യൂസിൻ്റെ പരിപാടി ആൾക്കാരെ കൊന്നിട്ട് ചുമരിൽ ചിത്രപ്പണി ചെയ്യുന്നതാണല്ലോ. അതാണ് അവളുടെ മൈൻഡിലേക്ക് അപ്പോൾ വരുന്നത്. എന്നാൽ ആ അസ്വസ്ഥതയിൽ അവൾ ആശ്വാസം കണ്ടെത്തുന്നത് അതേ സൈക്കോപതിക് സീരിയൽ കില്ലർ മാസ്കിലാണെന്നുള്ളത് ഹെതറിൻ്റെ ഒരു ഡാർക്ക് സൈഡിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. അവളെ ഒന്ന് സൂക്ഷിക്കാൻ സമയമായെന്നർത്ഥം. ഹെതറിനെ സംബന്ധിച്ച് ഈ മാസ്ക് ധരിക്കുന്നവരെല്ലാം നാടിൻ്റെ നാശമാണ്. അവരെ തൂത്തുമരുന്ന ഫിസ്കിൻ്റെ ചട്ടങ്ങളോട് അവൾ പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം കോടതി വളപ്പിൽ വെച്ച് അവൾ ക്രിസ്റ്റൻ മക്ഡഫിയെ കണ്ട് സംസാരിക്കുന്നതും ഇതുതന്നെയാണ്. നിലവിൽ വിജിലാൻറ്റി ആണെന്ന ആരോപണത്തിൽ വിചാരണയ്ക്കായി ജയിലിൽ കിടപ്പുള്ള ജാക്കിൻ്റെ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ റിപ്പോർട്ടിൽ ഹെതർ മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്തിയോ എന്ന് വളരെ തഞ്ചത്തിൽ മക്ഡഫി ചോദിക്കുമ്പോഴാണ് ഹെതർ ഇങ്ങനെ ശോഭിക്കുന്നത്. നഗരത്തിലെ നിയമം എല്ലാവർക്കും ബാധകമാണ്, ആരും നിയമത്തിന് മുകളിലല്ല എന്ന് ഹെതർ പുറമെ വിജിലാൻറ്റുകളെ വെറുക്കുന്നുവെന്ന് പറയുമ്പോഴും അവളുടെ മുഖഭാവം മറ്റൊന്നാണ് പറയുന്നത്. അവൾ വല്ലാതെ സംഘർഷഭരിതയാണ്. താൻ പറയുന്നത് തെറ്റാണെന്ന് അവൾക്കുള്ളാലെ അറിയാം. മ്യൂസ് എന്ന കൊലയാളിയും ഡെയർഡെവിളിനെ പോലുള്ള വിജിലാൻറ്റുകളും ഒന്നല്ലെന്ന് അവൾക്ക് ബോധ്യവുമുണ്ട്. എങ്കിലും ലവ് ഇൻട്രസ്റ്റ് ആയിരുന്ന മാറ്റ് തന്നോട് ചെയ്ത ചതിക്ക് പ്രതികാരം ചെയ്യാൻ അവൾ വിജിലാൻറ്റുകളെ മുഴുവൻ വേട്ടയാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ എപ്പിസോഡിലൂടെ ഹെതർ ഒരു വില്ലനായി മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഹെതറിൻ്റെ സംസാരം അത്ഭുതപ്പെടുന്ന ക്രിസ്റ്റൻ മക്ഡഫി അവിടുന്ന് പോകുന്നത് വിചാരണയ്ക്ക് മുന്നേ തൻ്റെ കക്ഷിയോടൊന്ന് സംസാരിക്കാനാണ്. അതായത് ജാക്ക്. അയാളെ അതീവ സുരക്ഷയോടെ പൂട്ടിയിട്ടിരിക്കുന്നത് റെഡ് ഹൂക്കിലും. റെഡ് ഹൂക്കിൻ്റെ ബേസ്മെൻറ്റിലെ നരകതുല്യമായ തടങ്കിലേക്ക് ക്രിസ്റ്റനെ കൊണ്ടുപോകുന്നത് വളരെ ജാഗ്രതയോടെയാണ്. കണ്ണൊക്കെ മൂടിക്കെട്ടി എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഓരോ പടികളിറങ്ങിയും ഇടനാഴിയിലൂടെ നടന്നും 2 സെക്യൂരിറ്റി ആക്സസ് ഡോറും താണ്ടി ഒടുവിൽ മക്ഡഫി ജാക്ക് ഡുക്കേന് മുന്നിലേക്ക് എത്തിച്ചേരുന്നു. ജാക്കിനെ സ്വാർട്സ്മാൻ എന്ന് പറഞ്ഞ് പൂട്ടാൻ ഇനിയും തക്കതായ തെളിവുകൾ ഫിസ്കിന് ലഭിച്ചിട്ടില്ല എന്നതൊരു ആശ്വാസകരമായ കാര്യമാണെങ്കിലും ജാക്കിന് സുഖമൊന്നുമില്ല. കാരണം അവിടെ റിവീലാക്കുന്ന ഒരു കാര്യം, ഫിസ്ക് തങ്ങളെ പിടികൂടിയത് വിജിലാൻറ്റുകളായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അയാളുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജാക്ക് പറയുന്നു. ഫിസ്ക് പല സമ്പന്നരോടും റെഡ് ഹൂക്ക് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ ജാക്ക് ഡുക്കേനോടും ആവശ്യപ്പെട്ടപ്പോൾ പുള്ളി അത് നിരസിച്ചു.
ആ പ്രതികാരം തീർക്കാനാണ് ഫിസ്ക് അവനെ വിജിലാൻഡി എന്ന മുദ്രകുത്തി തടവിലാക്കിയത്. കിങ് പിന്നെതിരെ നിൽക്കുന്നവരെയും അയാൾക്ക് ഇഷ്ടമല്ലാത്ത ധനികരെയും ഒക്കെയാണ് അവർ കൂട്ടിലടച്ചിട്ടുള്ളത്. പുതിയ ആൻറ്റി വിജിലാൻഡി നിയമങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ആളുകളുടെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ ഫിസ്കിന് എളുപ്പത്തിൽ സാധിക്കും. കോടതിയും നീതിന്യായ വ്യവസ്ഥയും ഫിസ്കിൻ്റെ കൈപ്പിടിയിലായതുകൊണ്ട് ജാക്കിനെ പോലുള്ളവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. റെഡ് ഹൂക്കിനെ ലാഭകരമാക്കാൻ ഫിസ്ക് കണ്ടെത്തിയ കുറുക്കുവഴിയായിരുന്നു ഇതൊക്കെയും. ജാക്കിൻ്റെ ഈ കേസും അതിൻ്റെ അനന്തരഫലങ്ങളും കണ്ട് അയാളെപ്പോലെ പിടിച്ചു വെച്ചിട്ടുള്ള മറ്റു തടവുകാർ അത് വിജിലാൻഡീസ് അല്ലെങ്കിലും ഇത് കണ്ട് ഭയന്ന് അവർ ഫിസ്കിന് പണം നൽകാൻ നിർബന്ധിതരാകും എന്ന പ്ലാനിലാണ് ഇതൊക്കെ. പണിഷറായ ഫ്രാങ്ക് കാസലിൻ്റെ തവളം ഇപ്പോൾ രഹസ്യ കേന്ദ്രമാക്കിയിട്ടുള്ള കാരൻ അവിടെയുള്ള എവിഡൻസ് ബോർഡിൽ അടുക്കി വെച്ചിട്ടുള്ള ഫിസ്കിനെതിരെയുള്ള ഓരോ ചെറിയ തെളിവുകളും വളരെ കൃത്യമായി ക്ലിയർ ആക്കുന്നു. കാരൻ്റെ മൈൻഡിലുള്ള ഒരു വലിയ മാറ്റം മർഡോക്ക് നിരീക്ഷിക്കുന്നുണ്ട്. നീ ഫ്രാങ്കിനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ഇപ്പോൾ എവിടെയായിരിക്കും എന്ന് കാരൻ ചോദിക്കുന്നു. കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ ഫ്രാങ്ക് ജയിൽ ചാടിയിരുന്നു. മർഡോക്കിൻ്റെ ഇപ്പോഴത്തെ മറുപടി അവനെന്തായാലും മരിച്ചിട്ടില്ല. മരിച്ചെങ്കിൽ ഫിസ്ക് അത് ആഘോഷിച്ചാനെ. അവൻ്റെ ബോഡി ഒരു പക്ഷേ ബ്രൂക്ലിൻ പാലത്തിൽ കെട്ടി തൂക്കിയനെ എന്നും. അത്രയ്ക്കും ചിരവൈരികളാണ് ഇവരെന്നർത്ഥം. ഇവിടെ മാറ്റും കാരനും തമ്മിലുള്ള തർക്കം മാറ്റിൻ്റെ നിയമപരമായ വഴികൾ വളരെ പതുക്കെയാണെന്നും ഫ്രാങ്ക് ആയിരുന്നെങ്കിൽ ഇതിനകം ഫിസ്കിനെ ഇല്ലാതാക്കുമായിരുന്നു എന്നും കാരൻ ചിന്തിക്കുന്നുണ്ട്. ഫോഗി നെൽസനെ വനേസ കൊല്ലിച്ചതിൻ്റെ അമർഷത്തിലാണ് അവളിത് പറയുന്നത്. എന്നാൽ മർഡോക്ക് അവളെ തിരുത്തുന്നത് പ്രതികാരം എന്ന ലക്ഷ്യത്തോടെ ആരെയും കൊലപ്പെടുത്തുന്നത് പരിഹാരമല്ല. AVTFനെയോ ഫിസ്കിനെയോ തീർക്കുന്നത് കൊണ്ട് ഫോഗിയെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഫ്രാങ്കിൻ്റെ അക്രമാസക്തമായ പ്രവൃത്തികൾ AVTF പോലുള്ള സേനകളെ കൂടുതൽ ക്രൂരാക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നും മാറ്റ് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാതെ മറിച്ച് നിയമവ്യവസ്ഥയെ ശക്തമാക്കുകയാണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് തകർന്നു തരിപ്പണമാകാത്ത ഒരു സിസ്റ്റമെങ്കിലും നമുക്കുണ്ട് എന്ന് മർഡോക്ക് പറയുമ്പോൾ അത് ഗവർണറെക്കുറിച്ചാണ്. നിലവിലെ സാഹചര്യത്തിൽ ഫിസ്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ വ്യക്തി ഗവർണറാണ്. മാറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കാരൻ റെഡ് ഹൂക്കിലെ രഹസ്യ വിവരങ്ങൾ അനോണിമസായി ഗവർണർക്ക് ചോർത്തി നൽകിയിരുന്നു. ഈ വിവരങ്ങൾ അറിഞ്ഞ് ഷോക്ക്ഡായി ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഗവർണർ ഫിസ്കിൻ്റെ ഓഫീസിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നു. അവിടെ വെച്ചവർ ഫിസ്കിനോട് വളരെ ഗൗരവത്തിൽ തന്നെ റെഡ് ഹൂക്കിൻ്റെ ഫ്രീ പോർട്ട് പദവി ഉപയോഗിച്ച് അയാളെന്തൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യത്തെക്കുറിച്ചും CIA ഏജന്റായ മിസ്റ്റർ ചാൾസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെക്കുറിച്ചും സംസാരിക്കുന്നു. എന്നാൽ ഫിസ്ക് തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറുകയാണ്. താനും പാർട്ണറായ വനസയും ചെയ്യുന്നതെല്ലാം നിയമപരമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗവർണർ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ആൻറ്റി വിജിലാൻഡിയിൽ ഉൾപ്പെടെ പലതിനും കണ്ണടച്ചതിന് കാരണം ജനങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ഇതങ്ങനെയല്ല. നോർത്തേൺ സ്റ്റാർ കപ്പലിലെത്തിയ ചരക്കുകൾ നിയമവിരുദ്ധമല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റെഡ് ഹൂക്കിൻ്റെ പദവി തന്നെ റദ്ദാക്കുമെന്ന് ഗവർണർ ഭീഷണിപ്പെടുത്തി പോകുമ്പോൾ വിവരങ്ങളെങ്ങനെയോ അവരുടെ പക്കലെത്തിയിട്ടുള്ളതായി കിങ് പിൻ മനസ്സിലാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മർഡോക്ക് ആകട്ടെ ഗവർണറുടെ നീക്കങ്ങൾക്കായി കാത്തു നിൽക്കാതെ റെഡ് ഹൂക്കിൽ കടന്ന് അവിടുത്തെ ആയുധശേഖരം നശിപ്പിക്കാൻ പദ്ധതിയിടുന്നു. എന്നാൽ കാരന് നല്ല ആശങ്കയുണ്ട്. ജീവൻ മരണ കളിയാണത്. എന്തായാലും ഇപ്പോൾ കയ്യിൽ ആ 1 ഡേ വാലിഡ് ആയിട്ടുള്ള ആക്സസ് കാർഡുണ്ട്. അത് ഉപയോഗശൂന്യമാവും മുമ്പേ കയറിക്കൂടണം. പക്ഷെ അതിനു മുന്നേ അവിടേക്ക് കയറിക്കൂടാനുള്ള വഴി മനസ്സിലാക്കണം. അതാരെ കൊണ്ട് പറ്റും? ദ ലോ ഫോം പാർട്ണർ. അതെങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ മേയറുടെ പ്രധാനികളായ ബക്കും ബ്ലേക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ നോക്കിയാൽ ഗവർണറുടെ ഒരു സ്പെഷ്യൽ ഡിന്നർ വിരുന്ന് അന്നേ രാത്രി നടക്കാൻ പോകുന്നുണ്ട്. അതിന് മുന്നേയുള്ള ചില സംസാരങ്ങളാണ്, എന്നാൽ അത് ഗൗരവമേറിയതും. കിങ് പിന്നെ താക്കി നൽകിയിരിക്കുന്ന ഈ ഗവർണറെ നേരിട്ട് വീഴ്ത്തുക അത്ര എളുപ്പമല്ലെന്ന് ബ്ലേക്ക് തൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ രാഷ്ട്രീയമായി വളരെ സ്ട്രോങ് ആണ്. എന്നാൽ ലെഫ്റ്റനന്റ് ഗവർണറായ ഗോമസിനെ സ്വാധീനിക്കാൻ എളുപ്പമാണെന്ന് ബ്ലേക്ക് ബക്കിനോട് പറയുന്നു. ഗോമസിന് ചില ദുർബലതകളുണ്ട്. അത് മുതലെടുത്ത് അയാളെ തങ്ങളുടെ പക്ഷത്താക്കാം. ഈ ഗോമസിനെ എങ്ങനെ വരുതിയിലാക്കും എന്ന ബക്കിൻ്റെ ചോദ്യത്തിൽ അത് നിന്റെ പണിയാണ്. ഒരാളെ മാനസികമായി തകർക്കാനുള്ള വൈദഗ്ധ്യം നിനക്കല്ലേ ഉള്ളത് എന്നാണ് ബ്ലേക്കിൻ്റെ മറുപടി. കാരണം ബക്കിൻ്റെ മുൻപുണ്ടായിരുന്ന സീക്രട്ട് സർവീസ് സ്പെഷ്യൽ ഓപ്സ് പശ്ചാത്തലത്തെക്കുറിച്ച് ബ്ലേക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഇന്റൽ റെക്കോർഡ്സ് വഴി. എന്നാൽ ബക്കിനെ അത് വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് നിർത്തിയിട്ട് ഇപ്പോഴത്തെ വിഷയമായ ഫിസ്കിൻ്റെ മുഖംമൂടി ധരിച്ച് വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ആ ആളെ എത്രയും വേഗം പിടികൂടി തൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ ബക്ക് ഉത്തരവിടുന്നു. ബ്ലേക്ക് സത്യത്തിൽ ഫിസ്കിൻ്റെ വിശ്വസ്തനാണോ അതോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണോ എന്ന സംശയം തോന്നുന്നൊരു മൊമെൻ്റാണിത്. മാസ്കിന് പിന്നിൽ ആരാണ് നമ്മൾ കണ്ടതല്ലേ? BB ഒടുക്കം ബ്ലേക്ക് പിടികൂടുമ്പോൾ അവളെ ഫിസ്കിന് ഒറ്റുകൊടുക്കുവോ അതോ അവളുമായി ചേർന്ന് ഫിസ്കിനെതിരെ തിരിയുമോ എന്ന് നമുക്ക് കണ്ടറിയാം. BB എന്തായാലും വൈകാതെ തൻ്റെ അടുത്ത വിമർശന വീഡിയോയുമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഫിസ്കിൻ്റെ മുഖംമൂടി ധരിച്ച് അവൾ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് പരിഹസിക്കുകയാണ്. വിജിലാൻഡുകളെ വില്ലന്മാരായി കാണുമ്പോൾ, അതും ജാക്ക് എന്ന സാമൂഹ്യ സേവൻ്റെ നന്മയേറിയ പ്രവർത്തനങ്ങൾ കാണാതെ അധികാരക്കരത്തിൽ തോന്നിവാസങ്ങൾ നടത്തുന്ന കുറ്റവാളിയായ ഫിസ്കിന് നഗരം ഭരിക്കാൻ നിങ്ങൾ അനുവാദം നൽകുന്നു എന്നവൾ ആക്ഷേപരൂപേണ ഉറക്കെ പ്രസ്താവിക്കുന്നു. സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ വീഡിയോ വല്ല ചർച്ചയാകുന്നുണ്ടെങ്കിലും കോടതി അത് ഒട്ടും സ്വാധീനിക്കുന്നില്ല. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ജാക്കിൻ്റെ വിചാരണയും തുടർന്നുള്ള കോടതി വിധിയും. ജഡ്ജി നീതിയുടെ കസേരയിലിരിക്കുമ്പോഴും അവർക്കൊപ്പമുള്ളത് അനീതിയുടെ പ്രഭാവം തന്നെയാണ്. ചെയ്യുന്നത് നിരക്കാത്ത പ്രവൃത്തിയാണെന്ന് അറിഞ്ഞുകൊണ്ടും അവിടെ ഹോച്ച്ബർഗിൻ്റെയും മക്ഡഫിയുടെയും വാദം കേട്ട് ഹെതറിൻ്റെ സൈക്കാട്രി റെക്കോർഡ്സിൻ്റെ ശക്തമായ പശ്ചാത്തലത്തിലും ജാക്കിൻ്റെ മൊഴിയായ തന്നെ മേയർ അയാളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് മൂലമുള്ള ഒരു കള്ളക്കേസാണിതെന്നുള്ളത് വകവയ്ക്കാതെയും വിധി പുറപ്പെടുവിക്കുന്നു. ജാക്ക് ഡുക്കെയ്ൻ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ശിക്ഷാവിധി വരും വരെ വീണ്ടും നേരെ റെഡ് ഹൂക്കിലെ തടവിലേക്ക്.
ഫിസ്കിൻ്റെ അധികാരം കോടതിയിൽ പോലും എത്രത്തോളം ശക്തമാണെന്ന് ഇതിലൂടെ തെളിയുന്നതോടൊപ്പം തന്നെ മാറ്റും കാരനും തങ്ങളുടെ ഈ പോരാട്ടം എത്രത്തോളം കഠിനമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണിത്. മുന്നേ പറഞ്ഞ ഗവർണറുടെ ഡിന്നർ വരുന്നില്ലേ, ഒരു വലിയ രാഷ്ട്രീയ വേദിയെ മാറുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഫിസ്കും വനേസയും തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. വനേസ വളരെ തന്ത്രപരമായ രീതിയിൽ ഓരോ അതിഥികളെയും കൈകാര്യം ചെയ്യുന്നതിനിടെ ഹെദറിനെ ബക്കിന് പരിചയപ്പെടുന്നതിലൂടെ അവർക്കിടയിൽ ഒരു ബന്ധമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഒരു കൊച്ചു പ്രസംഗം നടത്താൻ തുടങ്ങുന്ന ഫിസ്കിനെ ഇൻ്റർഫിയർ ചെയ്ത് ഗവർണർ അപ്രതീക്ഷിതമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ നഗരത്തിൽ താനാണ് അധികാരി എന്ന് കാണിക്കാനുള്ള ഫിസ്കിൻ്റെ ഒരു ശ്രമമാണ് ഗവർണർ പരാജയപ്പെടുത്തുന്നത്. എങ്കിലും വനേസ ഫിസ്കിനെ ആശ്വസിപ്പിക്കുന്നു. അവർ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പേടിയുള്ളവരെ വശത്താക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം റെഡ് ഹൂക്കിലെ ഡോക്കിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാലോ. ചരക്കുകൾ ഇറക്കാൻ വന്ന തൊഴിലാളികളെ ടാസ്ക് ഫോഴ്സിലെ പവൽ തടഞ്ഞു വയ്ക്കുകയാണ്. ചരക്കെല്ലാം കയറ്റിക്കഴിഞ്ഞെങ്കിൽ ബോട്ടിലേക്ക് കയറി അടുത്ത ഷിഫ്റ്റ് നടത്താൻ നിർദ്ദേശിക്കുകയാണ്. അവരാണെങ്കിൽ വന്നിട്ട് ദിവസങ്ങളായി കുടുംബത്തെ കാണണമെന്ന് പറയുന്നതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഈ തൊഴിലാളികളുടെ കാര്യം വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. മുന്നേ CIA ഏജൻറ്റ് ചാൾസ് പറഞ്ഞ ഓർമ്മയില്ലേ, അയാൾ ഏർപ്പാടാക്കിയ തൊഴിലാളികളാണിവർ. ഫിസ്ക് തൻ്റെ ലാഭത്തിനു വേണ്ടി കാര്യം കഴിഞ്ഞാൽ ബലികൊടുക്കാൻ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളവരാണ് അവരെല്ലാം. ഗവർണറുടെ വിരുന്ന് ഒരു വശത്ത് നടക്കുമ്പോൾ നഗരത്തിൻ്റെ മറ്റൊരു കോർണറിലെ ബാറിൽ നമ്മുടെ ക്രിസ്റ്റ്യൻ ഇരിപ്പുണ്ട്. കേസ് തോറ്റതിൻ്റെ സങ്കടങ്ങൾ മറക്കാൻ മദ്യപിച്ചിരിക്കുകയാണ്. ഫിസ്കിൻ്റെ അധികാരത്തിന് മുന്നിൽ നീതി തോറ്റുപോയതിൻ്റെ നിരാശ അവളിലുണ്ട്. എന്നാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാരൻ പേജ് അവിടേക്ക് എത്തുകയും ഒരു കൊച്ചു ആക്സിഡൻ്റ് ഉണ്ടാക്കി വളരെ രഹസ്യമായി അവർക്കൊരു കുറിപ്പ് കൈമാറുന്നു, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്താൻ. മക്ഡഫി ആരാണെന്നറിയാതെ അരിശത്തോടെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അതാ ഡെയർ ഡെവിൾ. ക്രിസ്റ്റ്യൻ ഞെട്ടിത്തെറിച്ച് നിൽക്കെ ചോദ്യം റെഡ് ഹൂക്കിനെ കുറിച്ചും. അവരവിടേക്ക് പോയവരും ഡെയർ ഡെവിൾ എങ്ങനെ അറിഞ്ഞു എന്ന് മനസ്സിലാവാൻ നിൽക്കുന്ന ഈ ക്രിസ്റ്റ്യന് മർഡോക്കാണ് മാസ്കിന് പിന്നിൽ എന്നറിയില്ല കേട്ടോ. അവിടെ കണ്ട കാര്യങ്ങൾ അല്ല കേട്ട കാര്യങ്ങൾ അവരോട് വിവരിക്കാൻ പറയുവാണ്. നടക്കുമ്പോൾ കേട്ട പ്രാവിൻ്റെ കുറുകലും പൊട്ടിയ ചില്ലിലൂടെയുള്ള കാറ്റിൻ്റെ മൂളലും ഇറ്റുവീഴുന്ന വെള്ളത്തിൽ ചവിട്ടി നടന്നതുവരെ ഡെയർ ഡെവിളിൻ്റെ ടാർഗറ്റിലേക്ക് എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്നറിയുന്ന ഒരു മാസ്മരിക നിമിഷം. മർഡോക്ക് വിദഗ്ധമായി ആ ശബ്ദവും ഫീലിംഗും വെച്ച അയാളുടെ എൻഹാൻസ്ഡ് സെൻസിലൂടെ റെഡ് ഹൂക്കിലെ ആ ആക്സസ് ഡോറിനടുത്തേക്ക് ചെല്ലുന്നു. തുടക്കത്തിൽ അലൻ സോണ്ടേഴ്സ് നൽകിയ ആ ആക്സസ് കാർഡ് വെച്ച് അകത്തേക്ക് കടക്കുന്നതും അവിടെ നിന്നൊരു 2 ഫോഴ്സിനെ ചാടി അടിച്ച് വീഴ്ത്തുവാണ്. ഇവിടെയാണ് അന്ന് വാച്ച് വെച്ചതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവുന്നത്. അവിടെ നിന്നുകൊണ്ട് ഷാർപ്പായി നിരീക്ഷിക്കുന്നതിലൂടെ ആയുധപ്പെട്ടിയിൽ അന്ന് സൂക്ഷിച്ചിരുന്ന വാച്ചിൻ്റെ ആ ടിക് ടിക് ശബ്ദം വേർതിരിച്ച് മനസ്സിലാക്കി ചരക്ക് സ്പോട്ട് ചെയ്യുമ്പോൾ മറുവശത്ത് വേറെ ശബ്ദം. അത് ഒട്ടേറെ പേരുടെ ഭയത്തോടെയുള്ള ഹൃദയമെടുപ്പാണ്. അവിടേക്ക് ചാടി കടക്കുമ്പോഴോ മൊത്തം തടവിലാക്കപ്പെട്ടവർ. മുന്നേ പറഞ്ഞ ഫിസ്കിന് വഴങ്ങാത്തതും അയാൾ പീഡിപ്പിക്കുന്നതുമായ കുറേ നിരപരാധികൾ. ഡെയർ ഡെവിൾ ഒട്ടും സമയം കളയാതെ ലോക്കപ്പുകൾ ഓരോന്നായി പൊട്ടിച്ച് അവരെ സ്വതന്ത്രരാക്കുന്നു. അതിൽ ജാക്കുമുണ്ട്. ജയിലിൻ്റെ ഒരു കൂർത്ത കമ്പി ഒരു ജാക്കിന് കൊടുത്ത് അവരെ രക്ഷിക്കാൻ കൂടെ കൂട്ടുന്നതും അലാറം മുഴങ്ങി ടാസ്ക് ഫോഴ്സ് എത്തി. പിന്നെ അതിഗംഭീര അടി. സോഴ്സ്മാനും ഡെയർ ഡെവിളും ചേർന്ന് അടിച്ച് പിരിക്കുന്ന കാഴ്ച. വരുന്ന ഒരുത്തനിൽ നിന്ന് പോലും ഒളിച്ചോടാതെ എല്ലാത്തിനെയും ഇടിച്ചു വീഴ്ത്തി അവർ പ്രിസണേഴ്സിനെ കൊണ്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തുനേരം കാരൻ കാറുമായി റിസ്ക് എടുത്ത് നിൽക്കുവാണ്. അവിടെ അവളുടെ മുന്നിലേക്ക് ഒരാളെത്തുന്നു. വൈറ്റ് ടൈഗറിൻ്റെ മന്ത്രത്തകടി ധരിച്ചുകൊണ്ടൊരു പെൺകുട്ടി. അതെ, ആഞ്ചലയാണത്. അവളുടെ ആൻറ്റി സോൾഡാഡിനെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കി വെച്ചിട്ടുള്ളതും ഇവിടല്ലേ. അങ്ങനെ രക്ഷിക്കാൻ ഇവിടെ എത്തിപ്പെട്ടതാണെങ്കിലും കാരനുമായി പരിചയമില്ലാത്തതുകൊണ്ട് അവളെ പറഞ്ഞു വിടാൻ നോക്കുമ്പോഴാണ് ആഞ്ചല ആ ലോക്കിൻ്റെ അമാനുഷിക ശക്തി ഉപയോഗിച്ച് അസാമാന്യ വേഗതയിലും കരുത്തിലും AVTF ഓഫീസേഴ്സിനെ നേരിട്ടതിലൂടെ കുറേ സാധനങ്ങൾ കൈക്കലാക്കിയതായി കാട്ടുന്നത്. ആള് ചില്ലറക്കാരിയല്ലെന്ന് മനസ്സിലാക്കി കാരൻ അതിൽ ട്രാൻസ്യൂർ വഴി കോഡ് വാക്ക് ഉപയോഗിച്ച് ഡെയർ ഡെവിളുമായി ഒരു സിഗ്നലിൽ കണക്റ്റ് ആവുന്നു. ഫിസ്ക് വിജിലൻറ്റീസ് അല്ലാത്തവരെ നിയമവിരുദ്ധമായി തടവിലാക്കി വെച്ചിട്ടുള്ളതായി അറിയിച്ച് അവരെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കൂട്ടം ടാസ്ക് ഫോഴ്സ് എത്തി തടവുകാർക്ക് നേരെ ക്രൂരമായ വെടിവെപ്പ് തുടങ്ങുന്നത്. നിസ്സഹാരായ തടവുകാർ പരിഭ്രാന്തരായി നിൽക്കെ മാറ്റും ജാക്കും അവരെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ആ നിർണായക നിമിഷത്തിലാണ് ആഞ്ചലയുടെ സഹായത്താൽ കാരൻ ഒരു ട്രക്ക് ഓടിച്ച് അവിടേക്ക് എത്തുന്നത്. ടാസ്ക് ഫോഴ്സ് ഇത് കണ്ട് തങ്ങളുടെ സംഘമാണെന്ന് കരുതി വെടി നിർത്തുന്നതിലും തടവുകാരെ കയറ്റുന്ന കണ്ട് ട്രക്കിന് നേരെ വെടി തീർക്കുന്നു. എന്തായാലും സ്വന്തം ആൻറ്റിയെ മോചിതയാക്കി വീണ്ടും കാണുന്ന ആഞ്ചല അവരോടൊപ്പം ട്രക്കിൽ കയറി രക്ഷപ്പെടുമ്പോൾ മർഡോക്കും കാരനും കുറച്ചുപേരെ വീഴ്ത്തി അവിടുന്ന് കാറിൽ കയറി എസ്കേപ്പ് ആവുന്നു. ജാക്കാകട്ടെ ആ ട്രക്ക് ഓടിച്ച് വെടി തീർക്കുന്നവർക്ക് നേരെ ഒന്ന് ഓടിച്ച് വിരട്ടി പോകുമ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസം. തടവുകാരെ എല്ലാം മോചിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഡെയർ ഡെവിളിനും കാരനും ഒപ്പം രക്ഷപ്പെട്ട ജാക്കിനും. തൻ്റെ അങ്കിളുടെ ആയുധങ്ങൾ വെച്ച് ടാസ്ക് ഫോഴ്സിൻ്റെ വണ്ടിയുടെ ടയറുകൾ കീറി പൊട്ടിച്ചതിൻ്റെ ആശ്വാസം ആഞ്ചലയ്ക്ക്. എന്നാൽ ആ ആശ്വാസം അധികം നേരം നീണ്ടു നിൽക്കുന്നില്ല. ഈ അധ്യായം അവസാനിക്കുന്നത് ഒരു ഭീകരമായ കാഴ്ചയിലാണ്. നടന്ന സംഭവം ഉടൻ തന്നെ പവലും സംഘവും ഫിസ്കിനെ വിളിച്ച് അറിയിക്കുന്നു. നോർത്തേൺ സ്റ്റാറിലെ ചരക്കുകൾ സുരക്ഷിതമാണോ എന്ന ഫിസ്കിൻ്റെ ഉറപ്പുവരുത്തലിൽ ചരക്കുകൾ സുരക്ഷിതമാണെന്നും എന്നാൽ തടവുകാർ രക്ഷപ്പെട്ടുവെന്നും പവൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫിസ്ക് ഒട്ടും പരിഭ്രാന്തനായില്ല. പകരം അയാൾ വളരെ ശാന്തനായി ഒരു ഉത്തരവ് നൽകി: ആ കപ്പൽ തകർക്കുക.
കപ്പലിനുള്ളിൽ CIA ഏജന്റ് ചാൾസ് ഏർപ്പാടാക്കിയ പാവപ്പെട്ട നൈറ്റ് ഷിഫ്റ്റ് തൊഴിലാളികൾ. അവർക്ക് ഈ സ്ഫോടനത്തെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഫിസ്കിൻ്റെ ഉത്തരവ് പ്രകാരം കപ്പലിൽ സ്ഥാപിച്ചിരുന്ന ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതും അതിശക്തമായൊരു സ്ഫോടനത്തിൽ നോർത്തേൺ സ്റ്റാർ കപ്പൽ കത്തി അമരുന്നു. കപ്പലിനുള്ളിലുണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം ആ നിമിഷം തന്നെ കൊല്ലപ്പെടുമ്പോൾ ദൂരെ നിന്ന് ഈ പൊട്ടിത്തെറിയും പ്രകമ്പനവും മനസ്സിലാക്കുന്ന മർഡോക്കും കാരനും. മാറ്റിൻ്റെ മുഖത്ത് ആ ഞെട്ടലും കുറ്റബോധവും വ്യക്തമായി കാണാമായിരുന്നു. ഫിസ്ക് എന്തിനാണ് സ്വന്തം കപ്പൽ തകർത്ത് തൻ്റെ തൊഴിലാളികളെ കൊന്നത്? ഇതിനു പിന്നിൽ അതിക്രൂരമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഈ സ്ഫോടനത്തിൻ്റെയും തൊഴിലാളികളുടെ മരണത്തിൻ്റെയും ഉത്തരവാദിത്വം ഡെയിൽഡൗണിൻ്റെയും വിജിലാൻറ്റുകളുടെയും തലയിൽ കെട്ടിവെക്കുക. തടവുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിജിലാൻറ്റുകൾ കപ്പൽ തകർത്തു, സാധാരണക്കാരെ കൊന്നു എന്നയാൾ പ്രചരിപ്പിക്കും. അങ്ങനെ വിജിലാൻറ്റുകൾ ഇത്രത്തോളം അപകടകാരികളാണെന്ന് ജനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയും വിശ്വസിപ്പിക്കുന്നതിലൂടെ AVTF ഓഫീസർമാർക്ക് കൂടുതൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കാനും വിജിലാൻറ്റുകളെ കണ്ടാലുടൻ വെടിവയ്ക്കാനുമുള്ള അധികാരം നേടിയെടുക്കാൻ ഫിസ്കിന് സാധിക്കും. കപ്പൽ തകർന്നോടെ ഗവർണർക്ക് റെഡ് ഹൂക്കിൻ്റെ ഫ്രീ പോർട്ട് പദവി റദ്ദാക്കാൻ ആവശ്യമായ തെളിവുകൾ ഇല്ലാതാവുകയാണ്. നഗരത്തിൽ ഒരു വലിയ സുരക്ഷാ പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ മേയുടെ തീരുമാനങ്ങളെ എതിർക്കാൻ ഗവർണർക്ക് കഴിയില്ല. എപ്പിസോഡ് അവസാനിക്കുമ്പോൾ മാറ്റ് മർഡോക്കും കാരനും തങ്ങൾ വലിയൊരു കെണിയിലകപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നു. ഫിസ്ക് ഈ ചതുരംഗപ്പലയിലെ ഓരോ കരുക്കളും കൃത്യമായി നീക്കി അവരെ തോൽപ്പിച്ചിരിക്കുകയാണ്. നോർത്തേൺ സ്റ്റാർ കപ്പൽ പുഴയുടെ അടിത്തട്ടിലായി. പാവപ്പെട്ടവർ കൊല്ലപ്പെട്ടു. ഇനി വരാനിരിക്കുന്നത് വിജിലാൻറ്റുകൾക്കെതിരെയുള്ള അതിക്രൂരമായ വേട്ടയാടലായിരിക്കും. ഡെയർഡെവിളിന് ഈ യുദ്ധം ജയിക്കണമെങ്കിൽ നിയമത്തിൻ്റെ വഴി മാത്രം പോരാ എന്നീ എപ്പിസോഡ് അടിവരയിടുന്നു. ഇനി എന്തുവഴിയാണ് ഈ വിജിലാൻറ്റിക്ക് മുന്നിലുള്ളത്? പുതിയ എപ്പിസോഡുമായി വീണ്ടും കാത്തിരുന്ന് കാണാം.